ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നാളത്തേക്കുള്ള ട്രേഡ് പ്ലാൻ ആണ്. സോ ഇന്ന് നമ്മുടെ ഇന്ന് നമ്മൾ ടോട്ടൽ 3 ട്രേഡുകളാണ് എടുത്തത്. ആരൊക്കെ ഇന്ന് ടെലിഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു. രണ്ടാമത്തെ ട്രേഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് വന്നത്. മൂന്നാമത്തെ ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 10 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ട്രെയിൽ ചെയ്തിട്ട് ഒരു ഹയർ ലെവലിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴേക്ക് ട്രെയിൽ ചെയ്തപ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് അടിച്ചത്. അതിൽ ലോസും കാര്യങ്ങളും വന്നിട്ടില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് കോസ്റ്റ് ആയിട്ടാണ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആക്ച്വലി ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പോയിന്റിലായിരുന്നു നമ്മുടെ ട്രേഡ്. എന്താ പറയുക, നിഫ്റ്റി ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം നമ്മൾ അടുത്ത റീട്രേസ്മെൻറ്റിലായിരുന്നു എൻട്രി നമ്മൾ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഈ ഒരു ഡോജി ഫോർമേഷനിലാണ് ഞാൻ ആക്ച്വലി അവിടുന്ന് എൻട്രി എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്ത സമയത്ത് അത് പ്രീമിയം നല്ല രീതിയിൽ ഡൗൺ ആയി, നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു. പിന്നീട് റിവേഴ്സ് ചെയ്ത സമയത്ത് പിന്നെ നമ്മൾ പുട്ട് ഓപ്ഷനിലേക്ക് എൻട്രി പോയി. അതിന് കാരണം ഓപ്ഷൻ ഡാറ്റ നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പുട്ട് ഓപ്ഷനിലേക്ക് എൻട്രി പോയി. അപ്പോൾ ആ പുട്ട് ഓപ്ഷനിലേക്ക് എൻട്രി പോയ സമയത്ത് നമുക്ക് കിട്ടിയ ഇത്രയും പോയിൻറ്റ്സ് നമുക്കൊരു ഡൗൺ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം എന്താ പറയുക, 111 92 വരെ ഏകദേശം 20 പോയിൻറ്റിൻ്റെ ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 10 പോയിൻറ്റ്സ് പ്രോഫിറ്റും കിട്ടി. പക്ഷേ അത് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നമ്മൾ ട്രെയിൽ ചെയ്ത് വീണ്ടും താഴോട്ട് വരുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു സപ്പോർട്ട് എടുക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങോട്ട് വന്നില്ല. അതിന് മുൻപേ റിവേഴ്സ് ചെയ്ത് നല്ല രീതിയിൽ അഗ്രസീവായിട്ടുള്ള അപ്പ് സൈഡിലേക്കും മൂവ്മെൻറ്റ് നടന്നു. ആക്ച്വലി നമ്മൾ എടുത്ത രണ്ട് ട്രേഡും ആക്ച്വലി വർക്കായിരുന്നു. കാരണം നമ്മൾ ബൈ സൈഡ് പോയ രീതിയിൽ അപ്പ് സൈഡിലേക്കും നമുക്ക് മൂവ്മെൻറ്റ് ഓപ്ഷൻസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ല രീതിയിലുള്ള ഡൗൺ സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിവേ, നമുക്കെന്താണെങ്കിൽ അത് ഇനി നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി നമുക്ക് നാളത്തേക്കുള്ള ട്രേഡ് പ്ലാൻ നോക്കാം. സോ ഓവറോൾ സ്റ്റിൽ ഈ വീക്കിൽ നമ്മൾ റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കാറ്. 1:2 റിസ്ക് റിവാർഡിലാണ്. അപ്പോൾ സ്റ്റിൽ നമ്മളിപ്പോഴും പ്രോഫിറ്റിൽ തന്നെയാണ് ഈ വീക്ക് കിടക്കുന്നത്. ഇനി നാളത്തേത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നാളത്തെ ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത്, നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിൽ തന്നെയാണ്. അതായത് ഇന്നിപ്പം ഇത്രയൊരു സെല്ലിങ് നടന്നു എന്നുണ്ടെങ്കിലും ഇത് ബാങ്ക് നിഫ്റ്റിയിൽ നടന്ന ഒരു സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് എക്സ്പയറി ഡേയിൽ ഉണ്ടായിരുന്ന എന്താ പറയുക, ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റേഴ്സിൻ്റെ ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെഗറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആയിട്ടല്ല എനിക്ക് തോന്നുന്നത്. എക്സ്പയറി ഡേൻ്റെ ഒരു വൊളാറ്റിലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നാളെ മുതൽ വീണ്ടും അപ്പ് സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്. ബാങ്ക് നിഫ്റ്റി മിക്കവാറും ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് 52,000 എത്താനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മിക്കവാറും ഈ ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി എത്താനുള്ള പോസിബിലിറ്റി നമുക്ക് കാണുന്നുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, ഓപ്ഷൻ ചെയിനിൽ നടന്നിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റി കാരണമാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്കറിയാം, ഓപ്ഷൻ ചെയിനിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന പോയിന്റിലേക്കാണ് ഏറ്റവും കൂടുതൽ, അതായത് കോൾ സൈഡിലും പുട്ട് സൈഡിലും ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ആ ഒരു പോയിന്റിലേക്കാണ് എപ്പോഴും മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാറ്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്കാണ് എത്താറ്. അപ്പോൾ നമ്മളിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ അടുത്ത മാസം സെപ്റ്റംബറിലുള്ള മന്ത്ലി എക്സ്പയറിയിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 52,000 52,000 കോൾ സൈഡിൽ 1 lakhും കാണുന്നുണ്ട്, പുട്ട് സൈഡിൽ 80,000 കാണുന്നുണ്ട്. വിച്ച് ഈസ് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്ഷൻ ഡാറ്റയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പുട്ട് സൈഡിൽ വേറെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 52,000 വിച്ച് ഈസ് ഭയങ്കര പോസിറ്റീവാണത് ഓപ്ഷൻ ഡാറ്റ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത്. കാരണം ലാസ്റ്റ് LTP കാണുന്നത് 1,000 രൂപയാണ്. 1,000 രൂപ പ്രീമിയമുള്ള ഓപ്ഷനാണ് ആളുകൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാർ ഇൻ ദ മണിയാണ്. ഈ ഇൻ ദ മണി സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ്. ഓപ്ഷൻ ഡാറ്റ വെച്ചിട്ട് വളരെയധികം പോസിറ്റീവാണ്. നമുക്കറിയില്ല എന്താണ് ഇനി സംഭവിക്കാൻ പോവുക എന്നുള്ളത്. പക്ഷേ സ്റ്റിൽ ഈ ഒരു പോയിന്റിലേക്ക് നിഫ്റ്റി എത്താനുള്ള ബാങ്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ്, അതായത് 52,000 ബാങ്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1.8% ഡിസ്റ്റൻസ് ഉണ്ട്. അത്രയും അപ്പ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നെക്സ്റ്റ് മന്ത്. വളരെ പെട്ടെന്ന് തന്നെ ആവണമെന്നില്ല, കുറച്ച് സമയം എടുത്തിട്ടാവാം, പക്ഷേ അതിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോവർ ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുക്കും എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത്തരത്തിൽ ലോങ് ടേമിലേക്കുള്ളൊരു വ്യൂ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടെല്ലാം റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വീക്കർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് നടക്കാനുള്ള ചാൻസസ് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നാളത്തെ ട്രേഡ്, ഓക്കെ, നമുക്കിനി നാളത്തെ ട്രേഡിലേക്ക് പോകും. നാളെ ഏതൊക്കെ രീതിയിൽ ട്രേഡ് ചെയ്യാന്നുള്ളത്. നാളെ മിക്കവാറും ഇന്നിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവ് ആണുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള പോസിബിലിറ്റി ആണുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, വെയിറ്റ് ചെയ്തിട്ട് ഒരു ഫോള് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഫോള് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഡെഫിനറ്റ്ലി ഇന്നത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്ന് ഒന്നുകിൽ അവിടുന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 51,070 ലെവൽ, ഈ ഒരു റേഞ്ചിൽ നിന്ന് ഡെഫിനറ്റ്ലി സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ്. അപ്പം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കോൾ ഓപ്ഷൻ ബൈ ചെയ്തോ ഹയർ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്ത് മിക്കവാറും അപ്പ് സൈഡിലേക്ക് പോകും. എന്നിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ കൺസോൾഡേറ്റ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തുമ്പോഴേക്ക് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ മിക്കവാറും നാളെ ഇവിടെ കൺസോൾട്ടേഷൻ നടന്നിട്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കിനുള്ള ചാൻസസ് ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസിസ്റ്റൻസ് വരുന്നതാണ് 51,246. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മിക്കവാറും ഈ റെസിസ്റ്റൻസ് മിക്കവാറും പൊട്ടിച്ച് പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് വലിയ വലിയ ക്യാൻഡിൽസ് വന്നിട്ട് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. പക്ഷേ എന്തെങ്കിലും നെഗറ്റീവ്നെസ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വളരെ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിഫ്റ്റിയൊക്കെ നെഗറ്റീവായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പുട്ട് ഓപ്ഷൻ പോകാവുന്നതാണ്. അത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. മിക്കവാറും ഈ പറഞ്ഞ പോലെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് മിക്കവാറും എന്താ പറയുക റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുൾ ബാക്ക് കിട്ടുന്നത് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നായിരിക്കും, ഈ ഒരു എന്താ പറയുക റെസിസ്റ്റൻസിൽ നിന്നായിരിക്കും. അതായത് നമുക്ക് റീസെൻ്റ്ലി നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് 51,370 റേഞ്ചിൽ, അതായത് 350 to 400 ആ ഒരു റേഞ്ചിൽ നിന്നായിരിക്കും നമുക്ക് റെസിസ്റ്റൻസ് കിട്ടുന്നത്. അവിടുന്ന് മിക്കവാറും റെസിസ്റ്റൻസ് കിട്ടാനുള്ള ചാൻസസ് ഹൈ ആണ്. റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ പുട്ട് ഓപ്ഷൻ അവിടുന്ന് എടുക്കാം. ഇനി വളരെയധികം ബുള്ളിഷായിട്ടുള്ള രീതിയിൽ നിഫ്റ്റി മൂവിയാണ്, മൊത്തത്തിൽ ഓപ്പൺ ഇൻട്രസ്റ്റും എല്ലാം വളരെയധികം ബുള്ളിഷായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത നാളെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടന്നിട്ട് ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിലേക്ക് എത്തുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമുക്കിവിടെ ട്രേഡ് എടുക്കാം. ഹയർ ലെവലിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അവിടുന്ന് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് വരെ അത് ഹോൾഡ് ചെയ്യാം. ഇവിടുന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയാണുള്ളത്. ഇനി അതല്ല, ഇവിടുന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഫോളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടുന്ന് നമുക്ക് ബൈ പോവാം, കോൾ ഓപ്ഷൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡുകൾ പറഞ്ഞപ്പോൾ ഇത്രയും രണ്ടാമത്തെ ട്രേഡ് ആയിട്ടോ ഇവിടെ. ഫസ്റ്റ് ട്രേഡ് നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പ് അപ്പ് കടന്ന് താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു കോള്. പിന്നീടത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം. ഇവിടുന്ന് നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. ട്രെൻഡ് ലൈനിൽ നമുക്ക് ഇവിടുന്ന് താഴോട്ട് വന്നിട്ട് ഈ സപ്പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും കോൾ ഓപ്ഷൻ പോവാം. പിന്നീട് മിക്കവാറും ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ ഇവിടുന്ന് ഞാൻ കുറച്ച് സൂക്ഷിച്ച് മാത്രം എടുക്കുക, കൺഫേം ആണെങ്കിൽ മാത്രം എടുക്കുക. ഓക്കെ, അവിടുന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ട്രേഡ് ഇല്ല. പിന്നെ നമുക്ക് ട്രേഡ് ഉള്ളത് ഹയർ ലെവലിൽ പോയിട്ട് ഈ റെസിസ്റ്റൻസിൽ മാത്രമേ ആ പുട്ട് ഓപ്ഷൻ്റെ ഇതുള്ളൂ. അപ്പോൾ നമുക്ക് 2 കോൾ ഓപ്ഷനുകളുണ്ട്, ഒരു പുട്ട് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇങ്ങനെയാണ് നമുക്ക് പ്രീ മാർക്കറ്റിൽ നമുക്ക് അലോ ചെയ്യാൻ പറ്റുന്ന ട്രേഡുകൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ട്രേഡുകളൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് സിറ്റുവേഷൻസിനനുസരിച്ച് എടുക്കാം. ഈ ട്രെൻഡ് ലൈനൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ട്രെൻഡ് ലൈനല്ല, ഈ എന്താ പറയുക സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അവിടുന്ന് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് ആ ഒരു ദിവസം നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ ഇവിടെ നമുക്കൊരു സപ്പോർട്ടും അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസും മാത്രമാണ്. ഓക്കെ, സോറി, ചെറിയൊരു തിരുത്തുണ്ട്. ഈ ഒരു ലൈന് നമ്മൾ പ്ലേസ് ചെയ്തത് മാറിപ്പോയി. നമ്മുടെ ലൈന് ഇതാണ്. ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് ആണ് കേട്ടോ. ഇന്നത്തെ ഡേയുടെ ലോ ആണ് വരുന്നത്. ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് കിട്ടുന്നത്. എനിവേ, ഇതാണ് പ്രൈസ് വരുന്നത് 51,050. ഓക്കെ, ഇതാണ് നമ്മുടെ ലൈൻ വരുന്നത്. സോ ഇവിടെ നിന്നാണ് നമ്മൾ ബൈ പോകേണ്ടത്. ഓക്കെ, ഇനി അതല്ല ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വരികയെന്ന് വിചാരിക്കുക. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു സപ്പോർട്ട് ലൈനാണ്. അതായത് 50,970. ഓക്കെ, 50,970 നമുക്കൊരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്.
ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ റിവേഴ്സൽ എൻട്രി പോവാം. ഇനി അതല്ല അതിൻ്റെയും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സൽ കിട്ടാൻ സാധ്യതയുള്ളത് 50,840 ലെവലിൽ. ഈ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കോൾ ഓപ്ഷൻ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓവറോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ബാങ്ക് നിഫ്റ്റി വളരെ ബുള്ളിഷ് ആയിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമുക്ക് താഴോട്ട് വരുന്നതിനനുസരിച്ച് സപ്പോർട്ടൊക്കെ റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ്. അപ്പോൾ കോൾ ഓപ്ഷനിൽ കൂടുതൽ ട്രേഡ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഈ ഒരു റെസിസ്റ്റൻസ് പക്ഷേ നമ്മളൊന്ന് നോക്കി വെക്കണം. അവിടെ നിന്ന് ചിലപ്പോൾ നല്ലൊരു ഫോൾ വന്നിട്ടായിരിക്കും പിന്നെ അടുത്ത മൂവ്മെൻറ്റ് കിട്ടുന്നത്. സോ ആ രീതിയിലുള്ള ട്രേഡാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കേണ്ടത്. ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് ആയിരിക്കണം നമ്മുടെ പൊസിഷൻസ്. അതായത് സപ്പോർട്ടിൽ ബൈ ചെയ്യാന്നുള്ള ഒരു ഡിസിഷനിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇനി അടുത്ത ഇത് നിഫ്റ്റിയാണ്. നിഫ്റ്റി ഇന്ന് ഈ പറഞ്ഞ പോലെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഫോൾ ആയി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വീക്ക്നെസ് ആണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇത് ബാങ്ക് നിഫ്റ്റിയാണ് നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി സ്റ്റിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ ചെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തെ എക്സ്പയറിയിലുള്ള ഓപ്ഷൻ ചെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതലും കാണാൻ വേണ്ടി പറ്റുന്നത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000. ഇവിടെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ഡാറ്റയൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. പക്ഷേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇവിടെ നമുക്കൊരു 12,000 ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതായത് 25,500 പുട്ട് ഓപ്ഷനിലൊരു 12,000 ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് ബാങ്ക് നിഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോക്കുന്നത് പോലുള്ള അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ഡാറ്റയൊന്നും നമുക്ക് നിഫ്റ്റിയിൽ ഓപ്ഷൻ ചെയിനിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നമുക്കൊരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ബാങ്ക് നിഫ്റ്റി പറഞ്ഞ പോലെ അപ്പ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയും അതിൻ്റെ കൂടെ പോകുമെന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും കൂടെ നോക്കിയിട്ട് വേണം നമ്മുടെ ഡിസിഷൻ നിഫ്റ്റിയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്തില്ലെങ്കിൽ നമ്മളിന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്യാതെ നിഫ്റ്റിക്ക് അങ്ങനെ അധികം ദൂരം പോകാൻ കഴിയില്ല എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെയാണ് സംഭവിച്ചതും. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. ബാങ്ക് നിഫ്റ്റി ഇല്ലാതെ പോകാൻ കഴിയില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സപ്പോർട്ടായിട്ട് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ക്ലോസിംഗ് ലെവൽ എടുക്കാം സപ്പോർട്ട്. പിന്നെ ഇത് ആക്ച്വലി ഒരു ഏരിയയാണ്. പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ലെവല് ആക്ച്വലി ഇന്ന് അത്ര സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതത്ര സ്ട്രോങ് അല്ല എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു തിക്നെസ് കുറച്ചത്. കാരണം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് രണ്ട് മൂവ്മെൻറ്റ് നടന്നതും ഈ ലൈന് തീരെ റെസിസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതെയാണ് ഈ രണ്ട് മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത്. അത് ഒരു നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ആ ഒരു ലെവൽ അപ്പോൾ അത്ര വാലിഡ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിഫ്റ്റിയിൽ ആക്ച്വലി നമുക്കുള്ളത് വലിയ വൈഡ് റേഞ്ചാണ്. ഇന്നത്തെ ഹൈയും ഇന്നത്തെ ക്ലോസിംഗ് ലെവലും, ഇത് രണ്ടുമാണ് നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരുന്നത്. വേറെ നമുക്ക് ലെവലുകളില്ല. അപ്പം നമ്മൾ ഗ്യാപ്പ് അപ്പ് വന്ന് ഫാസ്റ്റായിട്ട് അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ റെസിസ്റ്റ് ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുക. ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. ഈ രണ്ട് ട്രേഡാണ് നമുക്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് നോക്കുക, ഓപ്പണിംഗിൽ നിന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് നോക്കുക, അവിടുന്ന് ഒരു റിവേഴ്സൽ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് നിഫ്റ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. സോ അതാണ് നിഫ്റ്റിയിലുള്ള പ്ലാൻ. വളരെ സിമ്പിളായിട്ടുള്ള പ്ലാനാണ്. നാളെ എക്സ്പയറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൺസോൾട്ടേഷനാണ് സാധ്യത കൂടുതൽ. നോക്കിയിട്ട് മാത്രം ചെയ്യുക. നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ ഡയറക്ഷണലായിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് ഓപ്ഷൻ ചെയിൻ കാണാനും കഴിയുന്നില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റിയാണ് കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ളത്. എനിവേ, അതാണ് ഇന്നത്തെ നാളത്തേക്കുള്ള പ്ലാൻ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.